ഡിയർ സ്റ്റുഡൻസ്, മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റിലെ നമ്മൾ അവസാനമായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ ബാക്കിയുള്ള ഒരു ചാപ്റ്ററാണ് കമ്മ്യൂണിക്കേറ്റിംഗ് വാല്യൂ. ഈ ചാപ്റ്റർ കൂടി കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റിലെ എല്ലാ ചാപ്റ്റേഴ്സും കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അവസാനത്തെ ചാപ്റ്ററായിട്ടുള്ള കമ്മ്യൂണിക്കേറ്റിംഗ് വാല്യൂ എന്ന് പറഞ്ഞ ചാപ്റ്റർ എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് എന്ന് നോക്കാം. കമ്മ്യൂണിക്കേറ്റിംഗ് വാല്യൂ ഓർ മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ, അതാണ് നമ്മളുടെ ചാപ്റ്റർ നെയിം. അതിൽ നമ്മൾ ആദ്യമായിട്ട് പഠിക്കാൻ പോകുന്നത് മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ മിക്സ് ഓർ എലമെൻറ്റ്സ് ഓഫ് പ്രൊമോഷൻ മിക്സ്. എന്താണ് മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ മിക്സ് അല്ലെങ്കിൽ എന്താണ് പ്രൊമോഷൻ മിക്സ് എന്ന് നോക്കാം. പ്രൊമോഷൻ മിക്സ് includes all those activities undertaken to promote sales. Promotion mix is the combination of components of or elements of promotion. പ്രൊമോഷൻ മിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? സെയിൽസ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന എല്ലാ ആക്ടിവിറ്റീസും ഉൾപ്പെടുന്നതാണ് എന്ത്? പ്രൊമോഷൻ മിക്സ് എന്ന് പറയുന്നത്. പ്രൊമോഷൻ മിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിൽസ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് സെയിൽസ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പനി അണ്ടർടേക്കൺ ചെയ്യുന്ന എല്ലാ ആക്ടിവിറ്റീസും ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് എന്ത്? പ്രൊമോഷൻ മിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ സെയിൽസ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ആക്ടിവിറ്റീസുകൾ എടുക്കുന്നുണ്ടോ അത്തരം ആക്ടിവിറ്റീസിനെയൊക്കെ നമുക്ക് എന്ത് പറയാം? പ്രൊമോഷൻ മിക്സ് ആണ് എന്ന് പറയാം. പ്രൊമോഷൻ മിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊമോഷൻ്റെ എലമെൻസിനെയോ അല്ലെങ്കിൽ കോമ്പണൻസിൻ്റെയോ ഒരു കോമ്പിനേഷൻ്റെ കൂട്ടത്തെയാണ് നമ്മൾ എന്ത് പറയുക? പ്രൊമോഷൻ മിക്സ് എന്ന് പറയാം. അതായത് സെയിൽസ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന എലമെൻസും കോമ്പണൻസും ഒക്കെ ഉണ്ടാവും അല്ലേ? ആ എലമെൻസും കോമ്പണൻസിൻ്റെ ഒക്കെ കൂട്ടത്തെ കോമ്പിനേഷനാണ് നമ്മൾ എന്ത് പറയുക? പ്രൊമോഷൻ മിക്സ് എന്ന് പറയാം. പ്രൊമോഷൻ മിക്സ് എന്ന് വെച്ചാൽ സിമ്പിളായിട്ട് എന്താണ്? സെയിൽസ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന എല്ലാ ആക്ടിവിറ്റീസിനെയും നമ്മൾ എന്ത് പറയാം? ഈ പ്രൊമോഷൻ മിക്സിൽ ഇൻക്ലൂഡ് ചെയ്യാം. These elements are sometimes referred to as promotional blend. Two types of promotional blend, push blend and pull blend. Push blend emphasizes on personal selling and pull blend emphasizes on impersonal selling. പ്രൊമോഷണൽ മിക്സിലുള്ള എലമെൻസുകളെ നമ്മൾ ചില സമയങ്ങളിൽ പ്രൊമോഷണൽ ബ്ലെൻഡ് എന്ന പേരിലും അറിയപ്പെടാറുണ്ട്. അത്തരം പ്രൊമോഷണൽ ബ്ലെൻഡ് എന്ന് പറയുന്ന രണ്ട് ടൈപ്പാണുള്ളത്. ഒന്ന് പുഷ് ബ്ലെൻഡാണ്, ഒന്ന് പുൾ ബ്ലെൻഡാണ്. പുഷ് ബ്ലെൻഡ് എന്ന് വെച്ചാൽ പേഴ്സണൽ സെല്ലിങ്ങിനെയാണ് പ്രതിപാദിക്കുന്നത് അല്ലെങ്കിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതേപോലെ തന്നെ പുൾ ബ്ലെൻഡ് എന്ന് വെച്ചാൽ എന്താണ്? ഇംപേഴ്സണൽ സെല്ലിങ്ങിനെയാണ് പ്രാധാന്യം കൊടുക്കുന്നത്. പുഷ് ബ്ലെൻഡ് എന്ന് വെച്ചാൽ പേഴ്സണൽ സെല്ലിങ്ങിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. പുൾ ബ്ലെൻഡ് എന്ന് വെച്ചാൽ ഇംപേഴ്സണൽ സെല്ലിംഗ് ആണ്. പുഷ് ബ്ലെൻഡ് മീൻസ് ദാറ്റ് ദി മിഡിൽ മാൻ പ്രൊമോട്ട്സ് ദി പ്രൊഡക്റ്റ് ടു ബയേഴ്സ്. പുൾ ബ്ലെൻഡ് മീൻസ് ഇറ്റ് ഈസ് എ സ്ട്രാറ്റജി ഓഫ് യൂസിങ് ഹെവി അഡ്വർടൈസ്മെൻറ്റ് ആൻഡ് സെയിൽസ് പ്രൊമോഷൻ മെത്തേഡ്സ്. പുഷ് ബ്ലെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിഡിൽ മാൻസ്, ഇൻ്റർമീഡിയറീസ് എന്ത് ചെയ്യും? ബയേഴ്സിലേക്ക് പ്രൊഡക്റ്റ് സെല്ല് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ പ്രൊമോഷൻ ആക്ടിവിറ്റീസ് ചെയ്യും. അതാണ് പേഴ്സണൽ സെല്ലിംഗ് അല്ലെങ്കിൽ പുഷ് ബ്ലെൻഡ് എന്ന് പറയുന്നത്. പുൾ ബ്ലെൻഡ് എന്ന് വെച്ചാൽ എന്താ? ഹെവി അഡ്വർടൈസ്മെൻറ്റ്, സെയിൽസ് പ്രൊമോഷൻ മെത്തേഡ്സ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് സെല്ലിങ് നടത്തുക അല്ലെങ്കിൽ ട്രേഡിങ് നടത്തുന്ന ആ സ്ട്രാറ്റജിനെയാണ് നമ്മൾ എന്ത് പറയുക? പുൾ ബ്ലെൻഡ് എന്ന് പറയുക. പുഷ് ബ്ലെൻഡ് എന്ന് വെച്ചാൽ മിഡിൽ മാൻസ് പ്രൊഡക്റ്റ് പ്രൊമോട്ട് ചെയ്യാണ്. പക്ഷേ പുൾ ബ്ലെൻഡ് എന്ന് വെച്ചാൽ എന്താണ്? ഹെവി അഡ്വർടൈസ്മെൻറ്റും ഇൻപേഴ്സണൽ സെല്ലിംഗ് ഒക്കെ സെയിൽസ് പ്രൊമോഷൻ മെത്തേഡ്സ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് സെയിൽ നടത്തുന്നതിനെയാണ് പുൾ ബ്ലെൻഡ് എന്ന് പറയുക. മോസ്റ്റ് സെല്ലേഴ്സ് എംപ്ലോയ് എ കോമ്പിനേഷൻ ഓഫ് ബോത്ത് സ്ട്രാറ്റജീസ്. അധികം സെല്ലേഴ്സും ഈ രണ്ട് സ്ട്രാറ്റജീസിൻ്റെയും ഒരുമിച്ചുള്ള ഒരു കോമ്പിനേഷനെയാണ് അപ്ലൈ ചെയ്യാറുള്ളത്. അതായത് പുഷ് ബ്ലെൻഡും പുൾ ബ്ലെൻഡുമാണ് രണ്ട് സ്ട്രാറ്റജീസും പല സെല്ലേഴ്സും, കൂടുതൽ സെല്ലേഴ്സും അപ്ലൈ ചെയ്യാറുള്ളത്. പുഷ് ബ്ലെൻഡ് എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് പേഴ്സണൽ സെല്ലിങ്ങിനാണ് പ്രാധാന്യം കൊടുക്കുക. പേഴ്സണൽ സെല്ലിംഗ് എന്ന് വെച്ചാൽ എന്താണ്? മിഡിൽ മാൻസിൻ്റെയും ഇൻ്റർമീഡിയറീസിൻ്റെ സഹായത്തോടു കൂടി എന്ത് ചെയ്യാണ്? സെല്ലിങ് നടത്തുകയാണ്. പുൾ ബ്ലെൻഡ് എന്ന് വെച്ചാൽ എന്താണ് പറഞ്ഞിട്ടുള്ളത്? പ്രാധാന്യം കൊടുക്കുന്നത് ഇംപേഴ്സണൽ സെല്ലിംഗ് ആണ്. ഇംപേഴ്സണൽ സെല്ലിംഗ് എന്ന് വെച്ചാൽ എന്താണ്? പേഴ്സണൽ കോൺടാക്റ്റ് ഇല്ലാത്ത മാതിരി, അതായത് അഡ്വർടൈസ്മെൻറ്റും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് നടത്തുന്ന സെല്ലിങ്ങിനെയാണ് ഇംപേഴ്സണൽ സെല്ലിംഗ് എന്ന് പറയാം. നെക്സ്റ്റ്, എലമെൻറ്റ്സ് ഓഫ് മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ മിക്സ്. എലമെൻറ്റ്സ് ഓഫ് പ്രൊമോഷൻ മിക്സ്. സെയിൽസ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും ഹെൽപ്ഫുൾ ആയിട്ടുള്ള എലമെൻറ്റ്സ് അല്ലെങ്കിൽ ഘടകങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? ഈ ഫസ്റ്റ് അഡ്വർടൈസിങ്. നമുക്കറിയാം ഏറ്റവും കൂടുതലായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എലമെൻ്റാണ് ഏത്? പ്രൊമോഷൻ. അതായത് സെയിൽസ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, സെയിൽസ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതലായിട്ട് ഹെൽപ്ഫുൾ ആക്കുന്ന ഒരു ഘടകമാണ് അല്ലെങ്കിൽ ഒരു എലമെൻ്റാണ് ഇത് അഡ്വർടൈസിങ് എന്ന് പറയുന്നത്, പരസ്യങ്ങൾ അല്ലേ? അപ്പോൾ ഓരോ ആൾക്കാരുടെ, ഓരോ കമ്പനീസിൻ്റെയും സെയിൽസ് ഇൻക്രീസ് ചെയ്യുന്നതിൽ
പ്രൊമോട്ട് ചെയ്യുന്നത് കൂടുതൽ പ്രാധാന്യം നൽകുന്ന ഒരു എലമെൻറ്റ് അല്ലെങ്കിൽ ഒരു ഘടകം എന്ന് പറയുന്നത് എന്താണ്? അഡ്വർടൈസിങ് ആണ് അല്ലേ. അപ്പോൾ അഡ്വർടൈസിങ്ങിലൂടെയാണ് കൂടുതലായിട്ട് കമ്പനീസ് എന്ത് ചെയ്യാറുള്ളത്? ആ കമ്പനീസിൻ്റെ സെയിൽസ് പ്രൊമോട്ട് ചെയ്യാറുള്ളത്. നെക്സ്റ്റ്, പബ്ലിക് റിലേഷൻസ്. കമ്പനീസ് പബ്ലിക്കിനിടയ്ക്ക് ഒരു ഇമേജ് ഉണ്ടാക്കിയെടുക്കുകയാണ്, ഒരു പബ്ലിക് റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയെടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും കമ്പനീസിന് എന്ത് ചെയ്യാൻ പറ്റും? സെയിൽസ് പ്രൊമോട്ട് ചെയ്യാൻ പറ്റും, സെയിൽസ് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. കമ്പനീസിന് ഒരു പബ്ലിക്കിനിടയ്ക്കിന് ഒരു വില ഉണ്ട്, അല്ലെങ്കിൽ ഒരു ഇമേജ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു ഗുഡ് വിൽ ഉണ്ട് എന്ന് വെക്കുക. അവർ ഒരു പബ്ലിക്കായിട്ട് ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും കമ്പനീസിന് എന്ത് ചെയ്യാൻ പറ്റും? ആ കമ്പനീസിൻ്റെ സെയിൽസ് ഇൻക്രീസ് ചെയ്യാനും പ്രൊമോട്ട് ചെയ്യാനൊക്കെ സാധിക്കുന്നതാണ്. അപ്പോൾ എലമെൻറ്റ്സ് ഓഫ് പ്രൊമോഷൻ മിക്സിനെ സ്വാധീനിക്കുന്ന ഒരു ഘടകം കൂടിയാണ് ഇത് ഈ പബ്ലിക് റിലേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, സെയിൽസ് പ്രൊമോഷൻ എന്ന് വെച്ചാൽ എന്തൊക്കെയാവാം? സെയിൽസ് പ്രൊമോഷനിൽ അഡ്വർടൈസിങ് വരാം, അതേപോലെ തന്നെ പേഴ്സണൽ സെല്ലിങ് വരാം. ഇത്തരത്തിലുള്ള സെയിൽസ് പ്രൊമോഷനിലൂടെ കമ്പനീസിന് എന്ത് സാധിക്കാൻ പറ്റും? അവരുടെ സെയിൽസ് ഇൻക്രീസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. സെയിൽസ് പ്രൊമോഷൻ ആക്ടിവിറ്റീസിലൂടെ കുറേ ബോണസ് കൊടുക്കുന്നതിലൂടെ, കോൺടെസ്റ്റ് നടത്തുന്നതിലൂടെ, അല്ലെങ്കിൽ പ്രൈസ് കൊടുക്കുന്നതിലൂടെ കമ്പനീസിന് എന്ത് ചെയ്യാൻ പറ്റും? ഈ കുറേ സെയിൽസ് ഇൻക്രീസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നെക്സ്റ്റ്, ഡയറക്റ്റ് മാർക്കറ്റിംഗ് എന്ന് വെച്ചാൽ എന്താണ്? കമ്പനീസ് എന്ത് ചെയ്യാണ്? കുറച്ച് കൺസ്യൂമേഴ്സിനെ ടാർഗറ്റ് കൺസ്യൂമേഴ്സായിട്ട് സെറ്റ് ചെയ്യും. കുറച്ച് കൺസ്യൂമേഴ്സിന് എന്ത് ചെയ്യും? ഒരു ടാർഗറ്റ് കൺസ്യൂമേഴ്സായിട്ട് സെറ്റ് ചെയ്തുകൊണ്ട് അവരുമായിട്ട് ഡയറക്റ്റ്ലി കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ട് സെയിൽസ് പ്രൊമോട്ട് ചെയ്യുന്ന സ്ട്രാറ്റജിയാണ് ഇത് ഈ ഡയറക്റ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന എലമെൻറ്റ്സ് ഓഫ് പ്രൊമോഷൻ മിക്സ്. അതായത് കുറച്ച് കൺസ്യൂമേഴ്സിനെ സെലക്ട് ചെയ്തുകൊണ്ട് ആ കൺസ്യൂമേഴ്സുമായിട്ട് കമ്പനീസ് എന്ത് ചെയ്യാണ്? ഡയറക്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ട് അവർക്ക് ഈ സെയിൽസ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാണ്. നെക്സ്റ്റ്, ഇൻ്റർനെറ്റ് ആൻഡ് ഇൻ്ററാക്റ്റീവ് മാർക്കറ്റിംഗ്. ഇൻ്റർനെറ്റുകളും അതേപോലെ തന്നെ ഇലക്ട്രോണിക് മീഡിയാസുകളൊക്കെ യൂസ് ചെയ്തുകൊണ്ട് സെയിൽസ് പ്രൊമോട്ട് ചെയ്യുന്ന പ്രൊമോഷൻ സ്ട്രാറ്റജി അല്ലെങ്കിൽ എലമെൻറ്റ്സ് ഓഫ് പ്രൊമോഷൻ മിക്സ് ആണ് ഇത് ഈ ഇൻ്റർനെറ്റ് ആൻഡ് ഇൻ്ററാക്റ്റീവ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഇൻ്റർനെറ്റുകളും അതേപോലെ തന്നെ ഇലക്ട്രോണിക് മീഡിയാസുകളൊക്കെ യൂസ് ചെയ്തുകൊണ്ട് സെയിൽസ് പ്രൊമോട്ട് ചെയ്യാണ്. നെക്സ്റ്റ്, പേഴ്സണൽ സെല്ലിംഗ് എന്ന് വെച്ചാൽ എന്താണ്? കൺസ്യൂമേഴ്സുമായിട്ട് ഫേസ് ടു ഫേസ് കോൺടാക്റ്റ് നടത്തിക്കൊണ്ട്, ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷൻ നടത്തിക്കൊണ്ട് ഈ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പ്രസൻറ്റ് ചെയ്തുകൊണ്ട് കസ്റ്റമേഴ്സിൻ്റെ ഇടയ്ക്ക് ഈ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസും അതിൻ്റെ പർപ്പസുകളും കാര്യങ്ങളൊക്കെ ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷൻ നടത്തിക്കൊണ്ട് സെയിൽസ് പ്രൊമോട്ട് ചെയ്യുന്ന ആ സ്ട്രാറ്റജിയാണ് ഇത് പേഴ്സണൽ സെല്ലിംഗ് എന്ന് പറയുന്നത്. അതായത് കൺസ്യൂമേഴ്സുമായിട്ട് ഡയറക്റ്റ് എന്ത് ചെയ്യും? ഫേസ് ടു ഫേസ് കോൺടാക്റ്റ് നടത്തിക്കൊണ്ട് ആ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൺസ്യൂമേഴ്സിനെ കൺവിൻസ് ചെയ്തുകൊണ്ട് സെയിൽസ് നടത്തുന്ന പ്രൊമോഷൻ സ്ട്രാറ്റജി അല്ലെങ്കിൽ എലമെൻറ്റ്സ് ഓഫ് പ്രൊമോഷനാണ് ഇത് പേഴ്സണൽ സെല്ലിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദി മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ മിക്സ് ഡിസിഷൻസ്. അതായത് മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ മിക്സ് ഡിസിഷൻസ് എടുക്കുമ്പോൾ അല്ലെങ്കിൽ പ്രൊമോഷൻ മിക്സ് സെലക്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ എന്തൊക്കെ ഫാക്ടേഴ്സാണ് അഫക്റ്റ് ചെയ്യുന്നത് എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതായത് പ്രൊമോഷൻ മിക്സിൻ്റെ ഡിസിഷൻസ് എടുക്കുമ്പോൾ, തീരുമാനങ്ങൾ എടുക്കുമ്പോൾ, പ്രൊമോഷൻ മിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ ഫാക്ടേഴ്സാണ് കൺസിഡർ ചെയ്യേണ്ടത് എന്നാണ് പറയുന്നത്. ഫസ്റ്റ്, നേച്ചർ ഓഫ് ദി പ്രൊഡക്റ്റിൻ്റെ നേച്ചർ എന്താണെന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. ഏത് തരത്തിലുള്ള പ്രൊഡക്റ്റാണ് ഇത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഗ്രോസറി ഐറ്റംസ് ആണോ, അതേപോലെ തന്നെ ഡ്രഗ്സ് ഐറ്റംസ് ആണോ, കൺസ്യൂമർ ഗുഡ്സ് ആണോ, ഇൻഡസ്ട്രിയൽ ഗുഡ്സ് ആണോ, അല്ലെങ്കിൽ സ്പെഷ്യാലിറ്റി ഗുഡ്സ് ആണോ എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഗുഡ്സിൻ്റെ നേച്ചർ എന്താണ്, പ്രൊഡക്റ്റിൻ്റെ നേച്ചർ എന്താണെന്ന് നമ്മൾ ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യണം. അതാണ് നമ്മുടെ ഫസ്റ്റ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ കൺസ്യൂമർ ഗുഡ്സ് ആണോ, അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ ഗുഡ്സ് ആണോ, അല്ലെങ്കിൽ കൺവീനിയൻസ് ഗുഡ്സ് ആണോ എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കി വെക്കുക. അതിൻ്റെ നേച്ചർ ഐഡൻറ്റിഫൈ ചെയ്ത് വെക്കുക. നെക്സ്റ്റ്, നേച്ചർ ഓഫ് ദി മാർക്കറ്റിൻ്റെ നേച്ചർ എന്താണെന്ന് മനസ്സിലാക്കി വെക്കുക. അതായത് ഇൻഡസ്ട്രിയൽ മാർക്കറ്റാണോ, അല്ലെങ്കിൽ കൺസ്യൂമർ മാർക്കറ്റാണോ, അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ മാർക്കറ്റാണോ എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി വെക്കുക. നമ്മുടെ കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ കസ്റ്റമേഴ്സ് ആണെങ്കിൽ എങ്ങനെയാണ് അവരെ ടാർഗറ്റ് ചെയ്യേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് ചേഞ്ച് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് പ്രൊമോഷൻ മിക്സിലും വരുത്തേണ്ട മാറ്റങ്ങൾ എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കൺസിഡർ ചെയ്യണം. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത് എന്താണ്? മാർക്കറ്റിൻ്റെ നേച്ചർ എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക, മനസ്സിലാക്കുക.
നെക്സ്റ്റ് സ്റ്റേജസ് ഇൻ ദി പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ. നമ്മൾ പഠിച്ചു പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ എന്ന് വെച്ചാൽ ഓരോ സ്റ്റേജുകളുണ്ട്. ഇൻട്രൊഡക്ഷൻ സ്റ്റേജ് ഉണ്ട്, അതേപോലെ തന്നെ ഗ്രോത്ത് സ്റ്റേജ് ഉണ്ട്, മെച്യൂരിറ്റി സ്റ്റേജ് ഉണ്ട്, അതേപോലെ തന്നെ സാച്ചുറേഷൻ സ്റ്റേജ് ഉണ്ട്, അങ്ങനെ ഡിക്ലൈൻ സ്റ്റേജ് ഉണ്ട്, അങ്ങനെയുള്ളതൊക്കെ നമ്മൾ പഠിച്ചില്ലേ. അപ്പോൾ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് അല്ലെങ്കിൽ പ്രൊമോട്ട് ചെയ്യുന്ന പ്രൊഡക്റ്റിനെ എന്തൊക്കെ പ്രൊമോഷൻ മിക്സിനെ സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ് അല്ലെങ്കിൽ ഫാക്ടറാണ് ഇത് സ്റ്റേജസ് ഇൻ ദി പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ. അപ്പോൾ പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിളിൻ്റെ ഇൻട്രൊഡക്ഷൻ സ്റ്റേജിലാണെങ്കിൽ അവിടെ എന്തായിരിക്കും അവർ മെയിനായിട്ട് ചെയ്യുന്ന കാര്യം ആ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ടുള്ള അവയർനെസ് അല്ലെങ്കിൽ അഡ്വർടൈസിങ്, പേഴ്സണൽ സെല്ലിംഗ് ഒക്കെ ആവശ്യമായിട്ട് വരും. അതേപോലെ തന്നെ ഗ്രോത്ത് സ്റ്റേജിലാണെങ്കിൽ ഏത് പ്രൊമോഷൻ സ്ട്രാറ്റജിയാണ് യൂസ് ചെയ്യേണ്ടത്, അതേപോലെ തന്നെ മെച്യൂരിറ്റി സ്റ്റേജിൽ ഏത് പ്രൊമോഷൻ സ്ട്രാറ്റജിയാണ് യൂസ് ചെയ്യേണ്ടത്, ഡിക്ലൈൻ സ്റ്റേജിൽ ഏത് പ്രൊമോഷൻ സ്ട്രാറ്റജിയാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഓരോ പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിളിലെ ഓരോ സ്റ്റേജിനനുസരിച്ചായിരിക്കും നമ്മൾ ഈ മാർക്കറ്റിംഗ് മിക്സിൽ ഡിസിഷൻസ് എടുക്കുക അല്ലെങ്കിൽ പ്രൊമോഷൻ മിക്സിൽ ഡിസിഷൻസ് എടുക്കുക. അപ്പോൾ ഇൻട്രൊഡക്ഷൻ സ്റ്റേജിൽ ഏതൊക്കെ സ്ട്രാറ്റജീസാണ് യൂസ് ചെയ്യേണ്ടത്, ചിലപ്പോൾ അഡ്വർടൈസ്മെൻ്റ് ആവും, അതേപോലെ തന്നെ പേഴ്സണൽ സെല്ലിംഗ് ആവും, അതേപോലെ തന്നെ ചിലപ്പോൾ അതേ സ്ട്രാറ്റജി തന്നെ നമുക്ക് ഗ്രോത്ത് സ്റ്റേജിൽ അപ്ലൈ ചെയ്താൽ ഫലപ്രദമാവണമെന്നില്ല. അപ്പോൾ ഓരോ സ്റ്റേജിനെ സംബന്ധിച്ചിടത്തോളം ഏത് പ്രൊമോഷൻ സ്ട്രാറ്റജിയാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളതിന് പ്രത്യേകമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ പ്രൊമോഷൻ സ്ട്രാറ്റജി ഫിക്സ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഡിസിഷൻസ് എടുക്കുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യേണ്ട ഫാക്ടറാണ് ഇത് സ്റ്റേജസ് ഇൻ ദി പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ. പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിളിലെ സ്റ്റേജസിനെ നമ്മൾ കൺസിഡർ ചെയ്യണം. നെക്സ്റ്റ് മാർക്കറ്റ് പെനട്രേഷൻ. മാർക്കറ്റ് പെനട്രേഷൻ എന്ന് വെച്ചാൽ എന്താ, നമ്മൾ മാർക്കറ്റിലൊരു ഗുഡ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് ഗ്രോത്ത് സ്റ്റേജിലെത്തുക അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അത് കൺസ്യൂമേഴ്സിൻ്റെ ഇടയ്ക്ക് അറിയപ്പെടുക എന്നുള്ളതാണ് മാർക്കറ്റ് പെനട്രേഷൻ എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള ഒരു മാർക്കറ്റ് പെനട്രേഷൻ ഉള്ള ഗുഡ്സ് ആണോ ഇത് എന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക. അതായത് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റിലെ എല്ലാ കൺസ്യൂമേഴ്സും പെട്ടെന്ന് തന്നെ അറിയപ്പെടുന്ന ഒരു ഗുഡ്സ് ആണോ, അറിയപ്പെടാൻ ചാൻസ് ഉള്ള ഗുഡ്സ് ആണോ എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ മാർക്കറ്റ് പെനട്രേഷൻ ആണോ എന്ന് നമ്മൾ മനസ്സിലാക്കുക, ഐഡൻറ്റിഫൈ ചെയ്യുക. അതൊരു ഫാക്ടറാണ്. അതായത് മാർക്കറ്റിൽ ഈ പ്രൊഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് പെനട്രേറ്റ് ചെയ്യുന്നതാണോ, അതായത് പെനട്രേറ്റ് ചെയ്യുകയെന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ അത് വ്യാപിക്കുന്നതാണോ, കൺസ്യൂമേഴ്സിൻ്റെ ഇടയിൽ അറിയപ്പെടുന്നതാണോ എന്നുള്ള കാര്യങ്ങൾ ഫാക്ടേഴ്സ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാം. നെക്സ്റ്റ് മാർക്കറ്റ് സൈസ്. നമുക്കറിയാം നാരോ മാർക്കറ്റ് ഉണ്ട്, വൈഡ് മാർക്കറ്റ് ഉണ്ട് അല്ലേ. അപ്പോൾ നാരോ മാർക്കറ്റിലാണെങ്കിൽ നമുക്ക് എന്ത് മതി, ബയേഴ്സ് സ്മോൾ ആയിരിക്കും. അവിടെ നമുക്ക് എന്ത് ചെയ്താൽ മതി, ഡയറക്റ്റ് മെയിൽ എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊമോഷൻ സ്ട്രാറ്റജി അപ്ലൈ ചെയ്താൽ മതി. നേരെ മറിച്ച് ലാർജ് മാർക്കറ്റാണെങ്കിൽ നമുക്ക് അവിടെ എന്ത് വേണ്ടി വരും, ഹൈലി അഡ്വർടൈസ്മെൻറ്റ് ആവശ്യമായിട്ട് വരും. നമുക്ക് നാരോ മാർക്കറ്റ് ആണെങ്കിൽ മാർക്കറ്റിൻ്റെ സൈസ് കുറവാണെങ്കിൽ നമ്പർ ഓഫ് ബയേഴ്സ് കുറവാണെങ്കിൽ അവിടെ നമുക്ക് എന്ത് മതി, സ്മോൾ പ്രൊമോഷൻ സ്ട്രാറ്റജി മതി, അതായത് പേഴ്സണൽ സെല്ലിംഗ് ഒക്കെ മതി. നേരെ മറിച്ച് മാർക്കറ്റിലെ നമ്പർ ഓഫ് ബയേഴ്സ് കൂടുതലാണെങ്കിൽ അവിടെ തീർച്ചയായിട്ടും എന്തിൻ്റെ ആവശ്യം വരും, ഹെവി അഡ്വർടൈസ്മെൻറ്റ് വേണ്ടി വരും. നെക്സ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബയേഴ്സ്. ബയേഴ്സിൻ്റെ പ്രത്യേകതകൾ, ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതും ഒരു ഫാക്ടറാണ്. അപ്പോൾ ഓരോ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബയേഴ്സ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഓരോ ബയേഴ്സിനും അവർക്ക് ഇഷ്ടപ്പെടുന്ന ക്യാരക്ടറിസ്റ്റിക്സിലുള്ള പ്രൊമോഷൻ സ്ട്രാറ്റജീസ് ആവശ്യമായിട്ട് വരും. അവർക്ക് ഇഷ്ടപ്പെടുന്ന ഗുഡ്സ് സപ്ലൈ ചെയ്യേണ്ടി വരും. അപ്പോൾ ഓരോ കസ്റ്റമേഴ്സിൻ്റെയും ബയേഴ്സിൻ്റെയും ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ് എന്നുള്ളത് കൂടി നമ്മൾ കൺസിഡർ ചെയ്യണം. നെക്സ്റ്റ് ഡിസ്ട്രിബ്യൂഷൻ സ്ട്രാറ്റജി. നമ്മൾ പ്രൊഡക്റ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ സ്ട്രാറ്റജീസാണ് ഉള്ളത് എന്ന് കൂടി നമ്മൾ കൺസിഡർ ചെയ്യണം, ഫാക്ടേഴ്സായിട്ട് കൺസിഡർ ചെയ്യണം. അപ്പോൾ നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ സ്ട്രാറ്റജി കൂടെ എന്തിൻ്റെ കൂടെ കൺസിഡർ ചെയ്യണം, ഈ പ്രൊമോഷൻ മിക്സിൻ്റെ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ചെയ്യണം. പിന്നെ പ്രൈസ് സ്ട്രാറ്റജി. നമ്മൾ പ്രൊമോഷൻ മിക്സ് തീരുമാനം എടുക്കുമ്പോൾ നമ്മൾ എന്തും കൂടി കൺസിഡർ ചെയ്യണം, ഈ പ്രോഡക്റ്റിന് നമ്മൾ ഫിക്സ് ചെയ്യാൻ പോകുന്ന പ്രൈസിനും കൂടി നമ്മൾ എന്ത് ചെയ്യണം, കൺസിഡർ ചെയ്യണം. അപ്പോൾ പ്രൊമോഷന് വേണ്ടിയിട്ട് നമ്മൾ കുറേ പ്രൈസ് കോസ്റ്റ് ഉണ്ടായിട്ടുണ്ട് എന്ന് വെക്കുക. അപ്പോൾ കുറേ പൈസ നമ്മൾ പ്രൊമോഷൻ സ്ട്രാറ്റജിക്ക് വേണ്ടി ചിലവാക്കി, പക്ഷേ നമ്മൾ ഫിക്സ് ചെയ്യുന്ന പ്രൈസ് എന്ന് പറയുന്നത് എന്താണ്, കോസ്റ്റിനേക്കാൾ കുറവാണ് എങ്കിൽ നമുക്കവിടെ നഷ്ടങ്ങൾ വരാം. അപ്പോൾ നമ്മൾ പ്രൊമോഷൻ മിക്സിൻ്റെ സ്ട്രാറ്റജി അല്ലെങ്കിൽ എലിമെൻറ്റ്സ് ഫിക്സ് ചെയ്യുമ്പോൾ, തീരുമാനങ്ങൾ എടുക്കുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും എന്തും കൂടി കൺസിഡർ ചെയ്യണം, ഈ പ്രോഡക്റ്റിന് നമ്മൾ ഫിക്സ് ചെയ്യാൻ പോകുന്ന പ്രൈസും കൂടി നമ്മൾ കൺസിഡർ ചെയ്യണം. നെക്സ്റ്റ് കോസ്റ്റ് ഓഫ് പ്രൊമോഷണൽ എലിമെൻറ്റ്സ്. അതായത് പ്രൊമോഷന് വേണ്ടിയിട്ട്, പ്രൊമോഷൻ മിക്സിന് വേണ്ടിയിട്ട് നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന കോസ്റ്റ് എത്രയാണ് എന്നുള്ള കൂടി നമ്മൾ കൺസിഡർ ചെയ്യണം. പ്രൊമോഷൻ ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യാൻ പോകുന്ന കോസ്റ്റ് എത്രയാണ് എന്നുള്ള ഫാക്ടർ കൂടി നമ്മൾ എന്ത് ചെയ്യണം, ഈ പ്രൊമോഷൻ മിക്സിന് വേണ്ടിയിട്ട് എടുക്കുന്ന തീരുമാനങ്ങളിൽ കൺസിഡർ ചെയ്യണം. നെക്സ്റ്റ് അവൈലബിലിറ്റി ഓഫ് ഫണ്ട്സ്. നമ്മുടെ കയ്യിൽ എത്രയാണ് ഫണ്ട് അവൈലബിൾ ആയിട്ടുള്ളത് എന്ന് കൂടി നമ്മൾ ഈ
പ്രൊമോഷൻ മിക്സിൻ്റെ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതാണ്. നമ്മുടെ കയ്യിൽ എത്ര പൈസ ഉണ്ട്, എത്ര ഫണ്ട് ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ ഒരു ഫാക്ടറായിട്ട് കൺസിഡർ ചെയ്യണം. നെക്സ്റ്റ്, അഡ്വർടൈസ്മെൻറ്റ്. Advertising is a paid form of non-personal communication that is transmitted through mass media such as television, radio, newspapers, magazines, direct mail, vehicles, and outdoor displays. American Marketing Association defines advertisement as any paid form of non-personal presentation and promotion of ideas, goods or services by an identified sponsor. എന്താണ് അഡ്വർടൈസ്മെൻറ്റ്? നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അല്ലേ. അഡ്വർടൈസിംഗ് എന്ന് വെച്ചാൽ ടെലിവിഷനിലൂടെയും റേഡിയോയിലൂടെയും അല്ലെങ്കിൽ ന്യൂസ് പേപ്പേഴ്സിലൂടെയും മാഗസീൻസിലൂടെയും ഡയറക്റ്റ് മെയിലിലൂടെയും വെഹിക്കിൾസിലൂടെയും ഔട്ട്ഡോർ ഡിസ്പ്ലേസിലൂടെയൊക്കെ ഓരോ കമ്പനീസിൻ്റെ പരസ്യങ്ങൾ അഡ്വർടൈസിങ് ഒരു നോൺ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ നടത്തുകയാണ്. അതായത് ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അവരിറക്കുന്ന പ്രൊഡക്റ്റിനെ കുറിച്ചിട്ടുള്ള ഇൻഫർമേഷൻസ് ഒരു നോൺ പേഴ്സണൽ കമ്മ്യൂണിക്കേഷനായിട്ട്. നോൺ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് വെച്ചാൽ എന്താണ്? ഒരു പേഴ്സൺസ് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ അല്ല. അവിടെ നടക്കുന്ന എന്താണ്? നോൺ പേഴ്സണൽ കമ്മ്യൂണിക്കേഷനാണ്. മീഡിയാസ് വഴി എന്ത് ചെയ്യാണ്? അവർ കമ്പനിയുടെ ഇൻഫർമേഷൻസ് പ്രൊഡക്റ്റിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് കൺസ്യൂമേഴ്സിലേക്ക് എത്തിക്കുകയാണ്. പക്ഷെ അവിടെ ഒരിക്കലും പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ അല്ല നടക്കുന്നത്. അവിടെ ഒരു മീഡിയയുടെ ഉപയോഗത്തോടു കൂടി എന്ത് നടക്കുകയാണ്? ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കുകയാണ്. അവിടെ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ അല്ല, അതിനെ പറയുക നോൺ പേഴ്സണൽ കമ്മ്യൂണിക്കേഷനാണ്. അഡ്വർടൈസ്മെൻറ്റ് എന്ന് വെച്ചാൽ ഒരു നോൺ പേഴ്സണൽ കമ്മ്യൂണിക്കേഷനാണ്. അവിടെ രണ്ട് വ്യക്തികൾ തമ്മിലല്ല കമ്മ്യൂണിക്കേഷൻ നടത്തുന്നത്. പകരം എന്താണ്? ഒരു മീഡിയ യൂസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? അവരുടെ പരസ്യങ്ങൾ, അവരുടെ ഡീറ്റെയിൽസ്, അവരുടെ ഇൻഫർമേഷൻസ് കൺസ്യൂമേഴ്സിലേക്ക് എത്തിക്കുന്നത്. അതൊരു പെയ്ഡ് ഫോമാണ്. പെയ്ഡ് ഫോം എന്ന് വെച്ചാൽ എന്താണ്? അഡ്വർടൈസിങ് വെറുതെയാണോ നടത്തുന്നത്? അല്ല. അഡ്വർടൈസ്മെൻറ്റ് നടത്താൻ വേണ്ടി കമ്പനി കുറേ പൈസ ചിലവാകുന്നുണ്ട്. അഡ്വർടൈസിങ് ചെയ്ത് കൊണ്ടുവരാൻ കമ്പനി എന്ത് കൊടുക്കുന്നുണ്ട്? പെയ്ഡ് ഫോമിലാണ് പൈസ കൊടുക്കുന്നുണ്ട്. അവർക്ക് കുറേ അഡ്വർടൈസ്മെൻറ്റിന് വേണ്ടിയിട്ട് ചിലവ് വരുന്നുണ്ട്. അപ്പോൾ അഡ്വർടൈസിംഗ് എന്ന് പറയുന്ന ഒരു പെയ്ഡ് ഫോമാണ്, ക്യാഷ് കൊടുത്തുകൊണ്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതൊരു നോൺ പേഴ്സണൽ കമ്മ്യൂണിക്കേഷനാണ്. നോൺ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് വെച്ചാൽ രണ്ട് വ്യക്തികൾ തമ്മിൽ ഡയറക്റ്റ് നടക്കുന്ന കമ്മ്യൂണിക്കേഷൻ അല്ല. പകരം എന്താണ്? മീഡിയാസ് യൂസ് ചെയ്തുകൊണ്ട്, അതായത് ടെലിവിഷൻസ് ആവാം, റേഡിയോസ് ആവാം, ന്യൂസ് പേപ്പേഴ്സ് ആവാം, അല്ലെങ്കിൽ മാഗസീൻസ് ആവാം, അത്തരം മീഡിയാസ് യൂസ് ചെയ്തുകൊണ്ട് കമ്പനീസ് അവരുടെ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ടുള്ള ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ കാര്യങ്ങൾ, ഡീറ്റെയിൽസുകൾ നോൺ പേഴ്സണലായിട്ട് കൺസ്യൂമേഴ്സിലേക്ക് എത്തിക്കുന്നതിന് ഒരു പെയ്ഡ് ഫോമായിട്ടുള്ള ഒരു നോൺ പേഴ്സണൽ കമ്മ്യൂണിക്കേഷനെ നമുക്ക് എന്ത് പറയാം? അഡ്വർടൈസ്മെൻറ്റ് ആണ് എന്ന് പറയാം. നെക്സ്റ്റ്, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അഡ്വർടൈസിങ്. എന്തൊക്കെയാണ് അഡ്വർടൈസിങ് കൊണ്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് നോക്കാം. ഇറ്റ് ഈസ് എ നോൺ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ ടു ടാർഗറ്റ് ഓഡിയൻസ്. നമ്മൾ പറഞ്ഞു എന്ത്? ഇതൊരു നോൺ പേഴ്സണൽ കമ്മ്യൂണിക്കേഷനാണ്. പേഴ്സൺസ് തമ്മിൽ ഡയറക്റ്റ് നടക്കുന്ന കമ്മ്യൂണിക്കേഷൻ അല്ല. ഇതൊരു മീഡിയാസ് യൂസ് ചെയ്തുകൊണ്ടുള്ളൊരു നോൺ പേഴ്സണൽ കമ്മ്യൂണിക്കേഷനാണ്. ഇറ്റ് ഈസ് എ പെയ്ഡ് ഫോം ഓഫ് കമ്മ്യൂണിക്കേഷൻ ബൈ എൻ ഐഡൻറ്റിഫൈഡ് സ്പോൺസർ ഓർ അഡ്വർടൈസർ. ഇതെന്ന് പറയുന്നത് എന്താണ്? അഡ്വർടൈസർ ഒരു പെയ്ഡ് ഫോമാണ്. ഈ കമ്മ്യൂണിക്കേഷൻ നടത്തുന്നതിന് വേണ്ടിയിട്ട് അഡ്വർടൈസിങ് ചെയ്യുന്ന ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്? പൈസ വാങ്ങിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതൊരു പെയ്ഡ് ഫോമാണ്. ഇറ്റ് പ്രൊവൈഡ്സ് ഇൻഫർമേഷൻ അബൌട്ട് പ്രൊഡക്ട്സ് ഓർ സർവീസസ് ഇൻ പെർസ്വേസീവ് മാനർ. പ്രൊഡക്റ്റിനെ കുറിച്ചും സർവീസിനെ കുറിച്ചുമുള്ള ഇൻഫർമേഷൻസ് ആൾക്കാരിലേക്ക് ആകർഷിക്കാൻ കഴിയുന്ന രീതിയിൽ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഈ അഡ്വർടൈസ്മെൻറ്റിൻ്റെ മെയിനായിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ്. അതായത് ആൾക്കാരെ ഈ പ്രൊഡക്റ്റിലേക്ക്, സർവീസുകളിലേക്ക് ആകർഷിക്കുക എന്നുള്ള രീതിക്കാണ് അവർ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ടുള്ള ഇൻഫർമേഷൻസ് അഡ്വർടൈസിങ്ങിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇറ്റ് മേ ബി വിഷ്വൽ, സ്പോക്കൺ ഓർ റിട്ടൺ. ഇതെന്താവാം? ചിലപ്പോൾ വിഷ്വലായിരിക്കാം, കാണുന്നതായിരിക്കാം, ചിലപ്പോൾ ജസ്റ്റ് സൗണ്ട് മാത്രം ഉണ്ടായിരിക്കാം, സ്പോക്കൺ ആയിരിക്കാം, ചിലപ്പോൾ റിട്ടൺ ആയിരിക്കാം. ഇതിനെയൊക്കെ നമുക്ക് എന്ത് പറയാം? അഡ്വർടൈസിങ് ആണ് എന്ന് പറയാം. ഇറ്റ് ഈസ് എ സെയിൽസ്മാൻഷിപ്പ് ഇൻ പ്രിൻറ്റ്. അഡ്വർടൈസിങ് എന്ന് പറയുന്നത് എന്താണ്? ഒരു സൈലൻ്റ് സെയിൽസ്മാൻഷിപ്പാണ്. അതായത് സൈലൻ്റ് ആയിട്ട് ഒരു പ്രിൻറ്റുകളിലൂടെയോ അല്ലെങ്കിൽ ഒരു വിഷ്വലിലൂടെയോ സെയിൽസ് നടത്തുന്ന ഒരു സെയിൽസ്മാൻ തന്നെയാണ് ഏത്? ഈ അഡ്വർടൈസിംഗ് എന്ന് പറയുന്നത്. ഈ അഡ്വർടൈസിങ്ങിലൂടെ ശരിക്കും എന്താണ് നടക്കുന്നത്? ഒരു സെയിൽസ്മാൻ ചെയ്യുന്ന വർക്ക് തന്നെയാണ് ഈ അഡ്വർടൈസിങ്ങിലൂടെ ചെയ്യുന്നത്. ഒരു സെയിൽസ്മാൻ ഡയറക്റ്റ് സെല്ലിങ് നടത്തുമ്പോൾ അവർ പ്രൊവൈഡ് ചെയ്യുന്ന ഇൻഫർമേഷൻസ്, കമ്മ്യൂണിക്കേഷൻ ആണ് ഏതിലൂടെ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്? അഡ്വർടൈസിങ്ങിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എന്ത് പറയാം? ഇതൊരു സെയിൽസ്മാൻഷിപ്പാണ് എന്ന് കൂടി പറയാം. ഇറ്റ് ഈസ് എ മാസ് കമ്മ്യൂണിക്കേഷൻ മീഡിയം. ഇതൊരു കമ്മ്യൂണിക്കേഷൻ മീഡിയ ആണ് അല്ലേ? നമുക്കറിയാം അഡ്വർടൈസിംഗ് എന്ന് പറയുന്നത് എന്താണ്? ഒരു കമ്മ്യൂണിക്കേഷൻ മീഡിയ ആണ്. പ്രൊഡ്യൂസേഴ്സ് അവരുടെ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ടുള്ള ഇൻഫർമേഷൻസ്, കാര്യങ്ങൾ
കൺസ്യൂമേഴ്സിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഈ അഡ്വർടൈസിങ്ങിലൂടെ. ഇറ്റ് സ്റ്റിമുലേറ്റ് സെയിൽസ്. ഇത് കൂടുതലായിട്ട് എന്തിനാണ് ചെയ്യുന്നത്? അഡ്വർടൈസിങ് ചെയ്യുന്നത് ഈ സെയിൽസ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ സെയിൽസ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ സെയിൽസ് സ്റ്റിമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഈ അഡ്വർടൈസിങ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അഡ്വർടൈസിങ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യും? കമ്പനിയിലെ സെയിൽസ് കൂടും. നെക്സ്റ്റ്, ഒബ്ജക്റ്റീവ്സ് ഓഫ് അഡ്വർടൈസിങ് ഓർ ഫങ്ഷൻസ് ഓഫ് അഡ്വർടൈസിങ്. എന്തൊക്കെയായിരിക്കും അഡ്വർടൈസിങ് കൊണ്ടുള്ള ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ ഫങ്ഷൻസ് എന്ന് നോക്കാം. ഫസ്റ്റ്, ഇൻക്രീസ് സെയിൽസ്. നമുക്കറിയാം അഡ്വർടൈസിങ്ങിൻ്റെ മെയിനായിട്ടുള്ള ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എന്താണ്? സെയിൽസ് ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതാണ്. ഇൻക്രീസ് സെയിൽസ്. നെക്സ്റ്റ്, ക്രിയേറ്റ് ന്യൂസ്. പബ്ലിക്കിനിടയ്ക്ക് ഈ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ടുള്ള ഇൻഫർമേഷൻസ്, ന്യൂസ് എന്താക്കുക? ക്രിയേറ്റ് ചെയ്യുക എന്നുള്ള രണ്ടാമത്തെ ഒബ്ജക്റ്റീവ്. മൂന്നാമത്തത്, എൻഹാൻസ് ദി കമ്പനീസ് ഇമേജ്. പബ്ലിക്കിനിടയിൽ എന്തുണ്ടാക്കുക? കമ്പനീനെ കുറിച്ചിട്ടുള്ള ഒരു ഇമേജ് ഉണ്ടാക്കിയെടുക്കുക. കമ്പനി ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് ഇറക്കിയിട്ടുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ പബ്ലിക്കിനിടയ്ക്ക് ഒരു ഇമേജ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് മൂന്നാമത്തെ ഒബ്ജക്റ്റീവ്. ടു പ്രിപ്പയർ എ ഗ്രൗണ്ട് ഫോർ ന്യൂ പ്രൊഡക്റ്റ്. നാലാമത്തെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എന്താണ്? പുതിയ പ്രൊഡക്റ്റ് മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് പ്ലേ ചെയ്യാനുള്ള, അത് ആൾക്കാരിലേക്ക് എത്താനുള്ള, അതിന് ഒരു മാർക്കറ്റ് സ്പേസ് ഉണ്ടാക്കുക, അതിനൊരു മാർക്കറ്റ് പ്ലേസ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഈ അഡ്വർടൈസിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പുതിയൊരു പ്രൊഡക്റ്റ് മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അഡ്വർടൈസിങ് ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും ആർക്കും ആ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ടുള്ള ഇൻഫർമേഷൻസ്, ആ പ്രൊഡക്റ്റ് ഈ മാർക്കറ്റിലുണ്ട് എന്നുള്ള കാര്യങ്ങൾ ആർക്കും അറിയണമെന്നില്ല. അപ്പോൾ അഡ്വർടൈസിങ് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രൊഡക്റ്റിന് ഒരു മാർക്കറ്റ് പ്ലേസ് ഉണ്ടാക്കി കൊടുക്കാൻ, ആ പ്രൊഡക്റ്റിന് ഒരു ഗ്രൗണ്ട് ഉണ്ടാക്കി കൊടുക്കാൻ എന്തുകൊണ്ട് സാധിക്കും? ഈ അഡ്വർടൈസിങ് കൊണ്ട് സാധിക്കും. ടു ക്രിയേറ്റ്, മെയിൻറ്റെയിൻ ആൻഡ് ഇൻക്രീസ് ഡിമാൻഡ് ഫോർ പ്രൊഡക്റ്റ്. മെയിനായിട്ട് അതിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എന്താണ്? അഡ്വർടൈസിങ്ങിൻ്റെ ആൾക്കാരുടെ ഇടയിൽ, കൺസ്യൂമേഴ്സിൻ്റെ ഇടയിൽ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ടുള്ള ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുക, അല്ലെങ്കിൽ ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഡിമാൻഡ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള ഒബ്ജക്റ്റീവ്. അതായത് പ്രൊഡക്റ്റിനെ കുറിച്ചിട്ടുള്ള, പ്രൊഡക്റ്റിനോടുള്ള ആൾക്കാരുടെ കൺസ്യൂമേഴ്സിൻ്റെ ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യുക, അതേപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുക, അതേപോലെ തന്നെ ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള ഒബ്ജക്റ്റീവ്. നെക്സ്റ്റ്, ടു റേസ് കോമ്പറ്റീഷൻ സക്സസ്ഫുള്ളി. അതായത് മാർക്കറ്റിൽ കോമ്പറ്റീറ്റേഴ്സിൻ്റെ ഇടയിൽ നന്നായിട്ട് സക്സസ്ഫുള്ളായിട്ട് വിജയിക്കാനുള്ള സാധ്യത ഏതിലുണ്ട്? ഈ അഡ്വർടൈസിങ് കൊണ്ട്. അവരെക്കാൾ നല്ലൊരു അഡ്വർടൈസിങ് പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും കോമ്പറ്റീറ്റേഴ്സിൻ്റെ ഇടയ്ക്ക് നമുക്ക് കൂടുതലായിട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കാനൊക്കെ സാധിക്കുന്നതാണ്. ടു ക്രിയേറ്റ് ഓർ എൻഹാൻസ് ഗുഡ് വിൽ. മാർക്കറ്റിലെ അല്ലെങ്കിൽ കൺസ്യൂമേഴ്സിൻ്റെ ഇടയ്ക്ക് ഒരു ഗുഡ് വിൽ ഉണ്ടാക്കിയെടുക്കാൻ തീർച്ചയായിട്ടും അഡ്വർടൈസിങ് കൊണ്ട് സാധിക്കും. ടു ഇൻഫോം ചേഞ്ചസ് റിഗാർഡിംഗ് പ്രൈസ്, ചാനൽ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ, പ്രൊഡക്റ്റ്, ക്വാളിറ്റി എക്സെട്ര ടു ദി പബ്ലിക്. പബ്ലിക്കിനിടയിൽ ഈ പ്രൊഡക്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റിൻ്റെ പ്രൈസിനെ കുറിച്ചും, ചാനൽസ് ഓഫ് ഡിസ്ട്രിബ്യൂഷനെ കുറിച്ചും, പ്രൊഡക്റ്റിനെ കുറിച്ചും, ക്വാളിറ്റീനെ കുറിച്ചൊക്കെ ഉണ്ടാകുന്ന ചേഞ്ചസ്, മാറ്റങ്ങളെ കൃത്യമായിട്ട് പബ്ലിക്കിനിടയിലേക്ക് ഇൻഫോം ചെയ്യാനും അത് അവരെ ഡീറ്റെയിൽസ് അവരിലേക്ക് എത്തിക്കാനും ഈ അഡ്വർടൈസിങ് കൊണ്ട് കൂടുതലായിട്ട് സാധിക്കുന്നതാണ്. നെക്സ്റ്റ്, ടു ക്രിയേറ്റ് ബ്രാൻഡ് പ്രിഫറൻസ്. ആൾക്കാരുടെ ഇടയിലേക്ക്, കൺസ്യൂമേഴ്സിൻ്റെ ഇടയിൽ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് അല്ലെങ്കിൽ കമ്പനിയുടെ ബ്രാൻഡിൻ്റെ പ്രിഫറൻസ് ഉണ്ടാക്കിയെടുക്കാൻ തീർച്ചയായിട്ടും ഈ അഡ്വർടൈസിങ് കൊണ്ട് സാധിക്കുന്നതാണ്. ഒരു കൺസ്യൂമറുടെ മൈൻഡിൽ ഈ ബ്രാൻഡ് നല്ലതാണ്, അല്ലെങ്കിൽ ഈ ബ്രാൻഡ് ഇഷ്ടപ്പെടാം എന്നുള്ള ഒരു ഇതുണ്ടാക്കി എടുക്കാൻ അഡ്വർടൈസിങ് കൊണ്ട് സാധിക്കുന്നതാണ്. ഒരു ബ്രാൻഡ് പ്രിഫറൻസ് കൺസ്യൂമേഴ്സിലേക്ക് ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവരാൻ തീർച്ചയായിട്ടും ഈ അഡ്വർടൈസിങ് കൊണ്ട് സാധിക്കും. ടു എഡ്യൂക്കേറ്റ് കൺസ്യൂമേഴ്സിനിടയിൽ ഈ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ കമ്പനിയെ കുറിച്ചിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട്, എഡ്യൂക്കേറ്റഡ് ആക്കാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ഈ അഡ്വർടൈസിങ് കൊണ്ട് സാധിക്കുന്നതാണ്. അഡ്വർടൈസിങ് കാണുന്ന ഒരാൾക്ക് തീർച്ചയായിട്ടും എന്ത് മനസ്സിലാക്കാൻ പറ്റും? ആ കമ്പനിയെക്കുറിച്ചും, ആ കമ്പനിയിലെ പ്രൊഡക്റ്റിനെ കുറിച്ചും, അതിൻ്റെ ക്വാളിറ്റിയെക്കുറിച്ചും, പ്രൈസിനെ കുറിച്ചൊക്കെ എഡ്യൂക്കേറ്റഡ് ആവാൻ, പഠിക്കാൻ തീർച്ചയായിട്ടും ഈ കൺസ്യൂമേഴ്സിന് അഡ്വർടൈസിങ് കൊണ്ട് സാധിക്കുന്നതാണ്. നെക്സ്റ്റ്, ടു ക്യാപ്ചർ എ പ്ലേസ് ഇൻ എ മാർക്കറ്റ് ആൻഡ് ബിക്കം എ മാർക്കറ്റ് ലീഡർ. ഒരു പ്രൊഡക്റ്റിന് അല്ലെങ്കിൽ ഒരു കമ്പനിക്ക് മാർക്കറ്റിൽ ഒരു പ്ലേസ് കണ്ടെത്താനും അതേപോലെ തന്നെ അവിടെ ഒരു മാർക്കറ്റ് ലീഡറായിട്ട് മാറാനും ഈ അഡ്വർടൈസിങ് കൊണ്ട് സാധിക്കുന്നതാണ്. ഒരു കമ്പനിക്ക് അല്ലെങ്കിൽ അവരുടെ പ്രൊഡക്റ്റിന് ആ മാർക്കറ്റിലെ ഒരു സ്ഥാനം നേടിയെടുക്കാനും അതേപോലെ തന്നെ അവിടെ ഒരു മാർക്കറ്റ് ലീഡറായിട്ട് വളരാനും ഈ അഡ്വർടൈസിങ് കൊണ്ട് സാധിക്കുന്നതാണ്. നെക്സ്റ്റ്, ഇൻക്രീസ് പ്രോഫിറ്റ്. നമുക്കറിയാം തീർച്ചയായിട്ടും അഡ്വർടൈസിങ് കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കമ്പനിക്ക് എന്ത് നേടാൻ കഴിയും? പ്രോഫിറ്റ് നേടാൻ കഴിയും. എന്തിനു വേണ്ടിയിട്ടാണ് കമ്പനി അഡ്വർടൈസിങ് കൊടുക്കുന്നത്? സെയിൽസ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സെയിൽസ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കമ്പനിക്ക് എന്തുണ്ടാവും? പ്രോഫിറ്റ് ഉണ്ടാവും. അപ്പോൾ പ്രോഫിറ്റ് നേടാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് അഡ്വർടൈസിങ് നൽകുന്നത്. നെക്സ്റ്റ്, റോൾ ഓഫ് അഡ്വർടൈസിങ് ഓർ അഡ്വാൻറ്റേജസ് ഓർ ഇമ്പോർട്ടൻസ് ഓഫ് അഡ്വർടൈസിങ്.
എന്തൊക്കെയായിരിക്കും അഡ്വർടൈസിങ്ങിൻ്റെ അഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ റോൾ അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് എന്ന് നോക്കാം. അഡ്വർടൈസിങ് ഓഫേഴ്സ് നമ്പർ ഓഫ് ബെനിഫിറ്റ്സ് ടു മാനുഫാക്ചറേഴ്സ്, മിഡിൽമാൻ, സെയിൽസ്മാൻ, കൺസ്യൂമേഴ്സ് ആൻഡ് സൊസൈറ്റി. അഡ്വർടൈസിങ് കൊണ്ട് കുറേ ബെനിഫിറ്റ്സ് കിട്ടുന്നുണ്ട്. മാനുഫാക്ചറേഴ്സിന് ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്, മിഡിൽമാൻസിന് ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്, സെയിൽസ്മാന് ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്, കൺസ്യൂമേഴ്സിന് കിട്ടുന്നുണ്ട്, സൊസൈറ്റിക്ക് ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്. അപ്പം നമുക്ക് ആദ്യത്തെ അഡ്വാൻറ്റേജസ് ടു മാനുഫാക്ചറേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ്, ഇൻക്രീസ് ഡിമാൻഡ് ഫോർ ദി പ്രൊഡക്റ്റ്. മാനുഫാക്ചറേഴ്സിന് ഈ അഡ്വർടൈസിങ് കൊണ്ട് കിട്ടുന്ന ഉപകാരം അല്ലെങ്കിൽ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് എന്താണ്? ഇൻക്രീസ് ദി ഡിമാൻഡ് ഫോർ ദി പ്രൊഡക്റ്റ്. പ്രൊഡക്റ്റിൻ്റെ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യാൻ തീർച്ചയായിട്ടും മാനുഫാക്ചറേഴ്സിന് അഡ്വർടൈസിങ് കൊണ്ട് സാധിക്കും. ഇറ്റ് ഹെൽപ്സ് ടു മെയിൻറ്റെയിൻ ദി എക്സിസ്റ്റിംഗ് ഡിമാൻഡ് ആൻഡ് ക്രിയേറ്റ് ന്യൂ ഡിമാൻഡ് ഫോർ ദി പ്രൊഡക്റ്റ്. പ്രൊഡക്റ്റിൻ്റെ എക്സിസ്റ്റിംഗ് ഡിമാൻഡ് മെയിൻറ്റെയിൻ ചെയ്യാനും അതേപോലെ തന്നെ പുതിയ ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യാനും തീർച്ചയായിട്ടും മാനുഫാക്ചറേഴ്സിന് സാധിക്കുന്നതാണ്. ഇറ്റ് ഹെൽപ്സ് ടു ബിൽഡ് അപ്പ് ഓർ ഇൻക്രീസ് ദി ഗുഡ് വിൽ ഓഫ് ദി കമ്പനി. കമ്പനിയുടെ ഗുഡ് വില് ബിൽഡ് ചെയ്യാനും ഇൻക്രീസ് ചെയ്യാനൊക്കെ ഈ അഡ്വർടൈസിങ് കൊണ്ട് സാധിക്കും. ഇറ്റ് ഹെൽപ്സ് ഈസി ഇൻട്രൊഡക്ഷൻ ഓഫ് പ്രൊഡക്ട്സ് ഇൻ ടു മാർക്കറ്റ്. മാർക്കറ്റിലെ മാനുഫാക്ചറേഴ്സിന് ഈസി ആയിട്ട് ഒരു പുതിയ പ്രൊഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ഈ അഡ്വർടൈസിങ് കൊണ്ട് സാധിക്കുന്നതാണ്. നെക്സ്റ്റ്, ഇറ്റ് മെയിൻറ്റെയിൻസ് ദി എക്സിസ്റ്റിംഗ് മാർക്കറ്റ് ആൻഡ് ഇറ്റ് ഓൾസോ എക്സ്പ്ലോർസ് ന്യൂ മാർക്കറ്റ്. അതായത് എക്സിസ്റ്റിംഗ് മാർക്കറ്റ് മെയിൻറ്റെയിൻ ചെയ്യാനും എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സിനെ മെയിൻറ്റെയിൻ ചെയ്യാനും അതേപോലെ തന്നെ പുതിയ മാർക്കറ്റ് എക്സ്പ്ലോർ ചെയ്യാനും കണ്ടെത്താനും ഈ അഡ്വർടൈസിങ് കൊണ്ട് മാനുഫാക്ചറേഴ്സിന് സഹായകമാകുന്നതാണ്. നെക്സ്റ്റ്, അഡ്വാൻറ്റേജസ് ടു ഹോൾസെയിലേഴ്സ് ആൻഡ് റീറ്റെയിലേഴ്സ്. ഹോൾസെയിലേഴ്സിനും റീറ്റെയിലേഴ്സിനും എന്തൊക്കെയാണ് ഈ അഡ്വർടൈസിങ് കൊണ്ടുള്ള ഗുണങ്ങൾ എന്ന് നോക്കാം. ഇറ്റ് ഹെൽപ്സ് ദി ഡീലർ ടു ഹാവ് മോർ സെയിൽസ്. ഡീലേഴ്സിന് കൂടുതൽ സെയിൽസ് ഇംപ്രൂവ് ചെയ്യാൻ അല്ലെങ്കിൽ കൂടുതൽ സെയിൽസ് ഉണ്ടാക്കാൻ ഈ അഡ്വർടൈസിങ് കൊണ്ട് സാധിക്കും. ഇറ്റ് ഇൻഫോംസ് ദി കൺസ്യൂമേഴ്സ് ദി ക്വാളിറ്റി ആൻഡ് ഫീച്ചേഴ്സ് ഓഫ് ദി പ്രൊഡക്റ്റ്. പ്രൊഡക്റ്റിനെ കുറിച്ചിട്ടുള്ള ക്വാളിറ്റിയും അതിൻ്റെ ഫീച്ചേഴ്സൊക്കെ കൺസ്യൂമേഴ്സിനെ ഇൻഫോം ചെയ്യാൻ, വിവരങ്ങൾ അറിയിക്കാൻ ഈ അഡ്വർടൈസിങ് കൊണ്ട് സാധിക്കും. ഇറ്റ് ഇൻക്രീസസ് പ്രസ്റ്റീജ് ഓഫ് ദി ഡീലേഴ്സ്. ഡീലേഴ്സിൻ്റെ പ്രസ്റ്റീജ് ഇൻക്രീസ് ചെയ്യാൻ, ഗുഡ് വിൽ ഇൻക്രീസ് ചെയ്യാൻ, അവരുടെ പബ്ലിക് ഇമേജ് ഇൻക്രീസ് ചെയ്യാൻ തീർച്ചയായിട്ടും അഡ്വർടൈസിങ് കൊണ്ട് സാധിക്കും. നെക്സ്റ്റ്, ഇറ്റ് എനേബിൾസ് ദി ഡീലേഴ്സ് ടു ഹാവ് പ്രൊഡക്റ്റ് ഇൻഫർമേഷൻസ്. ഡീലേഴ്സിന് പ്രൊഡക്റ്റ് ഇൻഫർമേഷൻ എനേബിൾ ചെയ്യാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ഈ അഡ്വർടൈസിങ് കൊണ്ട് സാധിക്കും. നെക്സ്റ്റ്, അഡ്വാൻറ്റേജസ് ടു സെയിൽസ്മാൻ. സെയിൽസ്മാൻ എന്തൊക്കെ അഡ്വാൻറ്റേജസ് ആണ് അഡ്വർടൈസിങ് കൊണ്ട് കിട്ടുന്നത് നോക്കാം. അഡ്വർടൈസിങ് പ്രിപ്പയർസ് എ ബാക്ക്ഗ്രൗണ്ട് ഫോർ സെയിൽസ്മാൻ ടു ബിഗിൻ ഹിസ് വർക്ക്. സെയിൽസ്മാൻ അവരുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാക്കി കൊടുക്കാൻ തീർച്ചയായിട്ടും അഡ്വർടൈസിങ് കൊണ്ട് സാധിക്കുന്നതാണ്. നെക്സ്റ്റ്, ഇറ്റ് റെഡ്യൂസസ് ഹിസ് ബേർഡൻ ഓഫ് ജോബ്. സെയിൽസ്മാൻ്റെ ജോലി ഭാരം കുറച്ച് കൊണ്ടുവരാൻ തീർച്ചയായിട്ടും ഈ അഡ്വർടൈസിങ് കൊണ്ട് സാധിക്കും. നെക്സ്റ്റ്, അഡ്വർടൈസിങ് മേക്സ് ദി സെയിൽസ്മാൻ സെൽഫ് കോൺഫിഡൻറ്റ്. സെയിൽസ്മാനെ സെൽഫ് കോൺഫിഡൻ്റ് ആക്കാൻ തീർച്ചയായിട്ടും അഡ്വർടൈസിങ് കൊണ്ട് സാധിക്കുന്നതാണ്. നെക്സ്റ്റ്, അഡ്വാൻറ്റേജസ് ടു കൺസ്യൂമേഴ്സ്. എന്തൊക്കെയാണ് കൺസ്യൂമേഴ്സിന് അഡ്വർടൈസിങ് കൊണ്ടുള്ള ഉപകാരങ്ങൾ, അഡ്വാൻറ്റേജസ് എന്ന് നോക്കാം. അഡ്വർടൈസിങ് ഇൻഫോംസ് ദി കൺസ്യൂമേഴ്സ് അബൌട്ട് ദി ക്വാളിറ്റീസ് ആൻഡ് പ്രൈസസ് ഓഫ് പ്രോഡക്ട്സ് ആൻഡ് ദിസ് മേക്സ് പർച്ചേസിങ് ഈസി ഫോർ ദം. കൺസ്യൂമേഴ്സിന് അഡ്വർടൈസിങ് കൊണ്ട് തീർച്ചയായിട്ടും ആ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ടുള്ള ക്വാളിറ്റീസും പ്രൈസുകളൊക്കെ കൺസ്യൂമേഴ്സിന് അഡ്വർടൈസിങ് ഇൻഫോം ചെയ്യും. അതുകൊണ്ട് തന്നെ കൺസ്യൂമേഴ്സിന് ഈസി ആയിട്ട് അത് പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അഡ്വർടൈസിങ് എസ്റ്റാബ്ലിഷസ് എ ഡയറക്റ്റ് കോൺടാക്റ്റ് വിത്ത് ദി കസ്റ്റമർ. കസ്റ്റമറായിട്ട് ഒരു ഡയറക്റ്റ് കോൺടാക്റ്റ് ഉണ്ടാക്കാൻ തീർച്ചയായിട്ടും അഡ്വർടൈസിങ് കൊണ്ട് സാധിക്കുന്നതാണ്. ഇറ്റ് ഹെൽപ്സ് ദം ടു നോ വെൻ ആൻഡ് വേർ ദി പ്രൊഡക്ട്സ് ആർ അവൈലബിൾ. കൺസ്യൂമേഴ്സിന് പ്രൊഡക്റ്റ് ആരിൽ നിന്നാണ്, എപ്പോഴാണ്, എവിടെ നിന്നാണ് പ്രൊഡക്റ്റ് ലഭ്യമാവുക, എവിടെയാണ് ഈ പ്രൊഡക്റ്റ് അവൈലബിൾ ആവുക എന്നുള്ള ഡീറ്റെയിൽസ് അറിയാൻ തീർച്ചയായിട്ടും കൺസ്യൂമേഴ്സിന് അഡ്വർടൈസിങ് കൊണ്ട് സാധിക്കുന്നതാണ്. നെക്സ്റ്റ്, അഡ്വാൻറ്റേജസ് ടു സൊസൈറ്റി. സൊസൈറ്റിയിൽ എന്തൊക്കെ അഡ്വാൻറ്റേജസ് ആണുള്ളത് നോക്കാം. അഡ്വർടൈസിങ് ലീഡ്സ് ടു ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ. ഇറ്റ് ക്രിയേറ്റ്സ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ ദി പ്രൊഫഷണൽ ആർട്ടിസ്റ്റ്. അതായത് അഡ്വർടൈസിങ് ഒരു ലാർജ് സ്കെയിൽ പ്രൊഡക്ഷനാണ് ലീഡ് ചെയ്യുന്നത്. അതായത് തീർച്ചയായിട്ടും ഒരു പ്രൊഫഷണൽ ആർട്ടിസ്റ്റ് അങ്ങനെയുള്ള ആൾക്കാർക്ക് തീർച്ചയായിട്ടും അവിടെ ഒരു എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് സൊസൈറ്റിയിൽ. ഇറ്റ് ഇൻക്രീസസ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഓഫ് ദി സൊസൈറ്റി. സൊസൈറ്റിയിൽ സമൂഹത്തിലെ ആൾക്കാരുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്, അതായത് ജീവിതശൈലി ഇൻക്രീസ് ചെയ്യാൻ, ഇംപ്രൂവ് ചെയ്യാൻ തീർച്ചയായിട്ടും അഡ്വർടൈസിങ് കൊണ്ട് സാധിക്കും. ഇറ്റ് എഡ്യൂക്കേറ്റ്സ് ദി പബ്ലിക് റിഗാർഡിംഗ് ദി യൂസസ് ആൻഡ് ബെനിഫിറ്റ്സ് ഓഫ് ഡിഫറൻറ്റ് പ്രോഡക്ട്സ്. തീർച്ചയായിട്ടും കൺസ്യൂമേഴ്സിനെ അല്ലെങ്കിൽ പബ്ലിക്കിനെ ഈ ഓരോ പ്രൊഡക്റ്റിനെ കുറിച്ച് ഡിഫറൻറ്റ് പ്രൊഡക്ട്സിൻ്റെ യൂസസും ബെനിഫിറ്റ്സും ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, പഠിക്കാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ഈ അഡ്വർടൈസിങ് കൊണ്ട് പബ്ലിക്കിന് ഉപകാരപ്പെടുന്നുണ്ട്.